കേരളത്തിനൊരു മാതൃകയായിക്കോട്ടെ എന്ന എൻ്റെ ഒരു തീരുമാനമായിരുന്നു എൻ്റെ ഖേദപ്രകടനം. അതെൻ്റെ ഔദാര്യമാണ്. ഏത് കാരണവശാലും ഒരു സ്ത്രീയുടെ കണ്ണുനീർ വീഴാൻ പാടില്ല എന്ന എൻ്റെ രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ പഠനവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനെടുത്ത ഒരു തീരുമാനമാണ്. കേരളത്തിനൊരു മാതൃകയായിക്കോട്ടെ എന്ന എൻ്റെ ഒരു തീരുമാനമായിരുന്നു എൻ്റെ ഖേദപ്രകടനം. അതെൻ്റെ ഔദാര്യമാണ്. ആരും പറഞ്ഞിട്ടല്ല, കോടതി പറഞ്ഞിട്ടല്ല, കേസ് നടത്തിയിട്ടല്ല. എൻ്റെ മുമ്പിൽ ശ്രീമതി ടീച്ചർ കണ്ണീരോട് കൂടിയിട്ട് ടീച്ചറുടെ വീടിൽ, നാട്ടിൽ ടീച്ചർ സഞ്ചരിക്കുമ്പോഴെല്ലാം അവഹേളനം നേരിടുന്നു എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ, അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ ആ ഒരു സന്ദർഭത്തിൽ ഞാൻ വേണമെങ്കിൽ ഖേദം ഞാൻ രേഖപ്പെടുത്താം ടീച്ചറെ എന്ന എൻ്റെ അഭിപ്രായമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പി.ടി. തോമസ് എന്ന മുൻ MLA എറണാകുളത്ത് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനെതിരായിട്ട് അതിൻ്റെ ഡയറക്ടർമാരിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ മക്കളുണ്ടെന്നും അവർ ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അനഭിമതമായ സൗകര്യങ്ങൾ, ഓർഡറുകൾ കിട്ടിയിട്ടുണ്ടെന്നും പി.ടി. തോമസിൻ്റെ പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം 2 ദിവസം വാർത്ത കൊടുത്തതുമാണ്. ഈ വിഷയം ഞാൻ ചാനൽ ചർച്ചയിൽ ഉന്നയിച്ചു. ടീച്ചർ എനിക്കങ്ങനെ ഒരു മകനില്ലെന്നും എനിക്കങ്ങനെ ഒരു മകൻ എൻ്റെ ഈ രീതിയിൽ ഒരു ഡയറക്ടറല്ലെന്നും അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നും ടീച്ചർ പറഞ്ഞുകൊണ്ട് ടീച്ചർ എനിക്കും പി.ടി. തോമസിനെതിരെ കേസ് കൊടുത്തു. പി.ടി. തോമസ് അന്തരിച്ചു. എനിക്കെതിരെ കേസ് നിൽക്കില്ല. കാരണം ഡിഫമേഷൻ കേസിൽ പി.ടി. തോമസാണത് പറഞ്ഞത്, ഞാനത് ഉദ്ധരിച്ചതാണ്. അപ്പോൾ എനിക്കെതിരെ ഡിഫമേഷൻ കേസ് നിൽക്കില്ല. ഞാൻ കണ്ണൂർ കോടതിയിൽ പോയി ജാമ്യമെടുത്ത് കേസ് മുന്നോട്ട് നയിക്കാൻ നിൽക്കുമ്പോൾ ടീച്ചറുടെ വക്കീൽ ശശി ഈ കേസ് നിൽക്കില്ല എന്ന് ടീച്ചറെ ബോധ്യപ്പെടുത്തി. വക്കീൽ എന്നോട് പറഞ്ഞു, അതൊന്ന് തീർത്തൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് തീർക്കാം, എനിക്കും എന്താ, ഒരു ഖേദം നടത്തി അവസാനിപ്പിച്ചുകൂടെ ഗോപാലകൃഷ്ണ എന്ന് ചോദിച്ചപ്പോൾ കണ്ണൂരിൽ വെച്ച് അവിടുത്തെ മീഡിയേഷനിൽ വെച്ചിട്ട് ടീച്ചർ എന്നോട് വിഷമത്തോടുകൂടി, വളരെ വിഷമകരമായ ഒരവസ്ഥയിലാണ് ഞാൻ എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോട് സംസാരിച്ചപ്പം ടീച്ചറുടെ മാനസിക വ്യഥയെ ഞാൻ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ മാനസിക വ്യഥ ടീച്ചർക്കുണ്ടായതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയുകയുണ്ടായി.